നമസ്കാരം. ഞാൻ തിരുവല്ലം അഗ്നിശർമ്മം. എൻ്റെ ഒരു സുഹൃത്തായ വിജയഗോപാലൻ സാറിൻ്റെ ഒരു റിലേറ്റീവിന് 41 ബലി അങ്ങ് UK ചെയ്യണമെന്ന് അവർ താല്പര്യപ്പെടുന്നു. അതിനേക്കായി അവിടെ ഇന്ത്യൻ സ്റ്റോറിൽ ദർഭയും പവിത്രമൊക്കെ കിട്ടും. ഇതൊക്കെയാണ് ദർഭ പവിത്രം കുറിച്ചൊക്കെ അതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് ചെയ്തു കൊടുക്കാമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അതിൻ പ്രകാരം ലളിതമായിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. പെട്ടെന്നായതുകൊണ്ട് ലളിതമായ രീതിയിൽ നമുക്കെങ്ങനെ ഒരു മണ്ഡലം 41 ബലി ചെയ്യാം എന്ന് നമ്മളിവിടെ കാണിക്കുകയാണ്. എല്ലാവരും കാണുക. ഇതിൽ ഗണപതിയെ സങ്കല്പിച്ച് ഒരു നിർമ്മാണം ഇതൊക്കെ വയ്ക്കും. ചെയ്യാൻ പറ്റുന്നവർ, കാരണം പുറത്തൊക്കെ ഇതിൻ്റെ ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു നിലവിളക്ക് കത്തിച്ചാൽ ഒരു പഴവും നാളികേരവും മതി. പഴമായിരുന്നാലും മതി. എത്തിച്ച് പറയണം വിഘ്നേശ്വര മാനസ സങ്കല്പ പിതൃപൂജ. ഏത് കാര്യത്തിനും ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യത്തിനും ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തണം. അതായത് പിതൃ പൂജയ്ക്ക് ഗണപതിയെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഗണപതി പൂജ കഴിഞ്ഞ്. നമസ്കാരം. ആദ്യമായിട്ട് നമ്മൾ 2 കൈയും ഒരു പാത്രത്തിലെ വെള്ളത്തിൽ കഴുകുക. ഇതിനെ പവിത്രം എന്ന് പറയും. പവിത്രം കിണ്ടിയിലെ വെള്ളത്തിൽ മുക്കി വലത് കൈയുടെ മോതിര വിരലിൽ ധരിക്കണം. ഈ വിരൽ അതിലേക്ക് അല്പം എള്ള്, ബലിപ്പൂവ്, ചന്ദനം അത് കിണ്ടിക്കുള്ളിലേക്ക് ഇടുക. കിണ്ടിയിൽ അത് ഓമെന്ന് എഴുതുക വെള്ളത്തിൽ. ഇടത് കൈ ഇങ്ങനെ, വലത് കൈ മേളിൽ. ഈ വിരലോട് മോതിര വിരൽ ഇതാണ്. ഈ 2 വിരലും ചേർത്ത് പിടിച്ച് ഈ മുദ്രയോടുകൂടി കിണ്ടി അടച്ചു പിടിച്ച് പറയണം: ഓം ഗം ഗംഗായേ നമഃ, ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. ആകാശഗംഗ കൊണ്ട് സപ്തതീർത്ഥം പിതൃതീർത്ഥം കൽപ്പയാമി. കിണ്ടിയെ 2 കൈ കൊണ്ട് തലയ്ക്ക് മേലോട്ട് ഉയർത്തിപ്പിടിച്ച് പറയണം: ആകാശഗംഗ കൊണ്ട് സപ്തതീർത്ഥം പിതൃതീർത്ഥം കൽപ്പയാമി. കിണ്ടി താഴെ വെച്ച് 3 പ്രാവശ്യം ഇങ്ങനെ ആക്കി. ഇനി കിണ്ടി താഴെ വെച്ച് ആരാണോ മരിച്ചത് ആ പിതൃവിൻ്റെ പേര് സങ്കല്പിച്ച് പറയണം: പിതൃതീർത്ഥം കൽപ്പയാമി. മരിച്ച നക്ഷത്രം കൂടെ പറയണം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ശ്രീകുമാർ രേവതി എന്നുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിതൃതീർത്ഥം കൽപ്പയാമി, പിതൃതീർത്ഥം കൽപ്പയാമി. ഇനി ശകലം തീർത്ഥം എടുത്ത് നമ്മൾ ദേഹത്തൊക്കെ തിളയ്ക്കുക. ദേഹശുദ്ധി സമർപ്പയാമി. തീർത്ഥം കൂട്ടി ദേഹശുദ്ധി. അത് കഴിഞ്ഞ് ഇലയെ വെള്ളത്തിൽ ഒന്ന് വെള്ളം തളിച്ച് ഇതാക്കി ചന്ദനം കൊണ്ട് മണ്ഡലം മെഴുകി അവിടെ ഓം എന്നെഴുതി കൈ നനച്ച് അവിടെ ഒരു ചെറുള അല്ലെങ്കിൽ കറുക വെച്ച് തൊഴുത്. ഇതിനെ കുറുമ്പുല്ലെന്ന് പറയും, ദർഭ എന്ന് പറയും. ഈ കുറുമ്പുല്ലിൽ അല്പം വെള്ളം ഒഴിച്ച് തൊഴുത് നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പറയുക: ഓം നമോ നാരായണായ ശ്രീ ബ്രഹ്മദേവായ മഹാദേവായ. ഇനി മരിച്ചയാളുടെ പേര്: ഇകലോകവാസം വെടിഞ്ഞ, മരിച്ച ദിവസം നക്ഷത്രം, എൻ്റെ പിതൃവിനെ മണ്ഡലശാർദം കൂട്ടുവാൻ ആവാഹിച്ചു കൊണ്ടുവരുമ്പോൾ പറയണം: ഇരുത്തുവാനുള്ള പീഠം സമർപ്പയാമി. 3 പ്രാവശ്യം പറയണം: പിതൃപീഠം സമർപ്പയാമി. ഇങ്ങനെ നിരത്തി വയ്ക്കണം. കൈ നനച്ച് 3 പ്രാവശ്യം തീർത്ഥം കൊടുക്കുക. ഗംഗാതീർത്ഥം 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 സമർപ്പയാമി. ഇനി എള്ളെടുത്ത് തീർത്ഥം ചേർത്ത് 3 പ്രാവശ്യം തിലാഭിഷേകം 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 സമർപ്പയാമി. ഇനി അതുപോലെ ചന്ദനം കയ്യിലെടുത്ത് കളഭാഭിഷേകം 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 സമർപ്പയാമി. ഇനി അടുത്ത് പൂവെടുത്ത് കുസുമാഭിഷേകം 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 സമർപ്പയാമി. കൈ നനച്ച് വീണ്ടും തീർത്ഥം ഗംഗാഭിഷേകം 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 സമർപ്പയാമി. കൈ നനച്ച് ഇനി അല്പം എള്ള്, പൂവ്, കറുക, ചെറുവിള, അല്പം തീർത്ഥം കൂടെ ഒഴിച്ച് ഇതിനെ കൂർച്ചം എന്ന് പറയും. ഇതിലോട്ടാണ് നമ്മൾ ആത്മാവിനെ ആവാഹിക്കുന്നത്. സങ്കല്പിച്ച് ഓം നമോ നാരായണായ ശ്രീ ബ്രഹ്മദേവായ മഹാദേവായ. കൊല്ലവർഷം 1200-ാം ആണ്ട് കന്നിമാസം. അന്നത്തെ മരിച്ച നാള് പറയുക, മരിച്ചയാളുടെ പേരും പറയുക.
ഇവിടെ ഒന്ന് കട്ട് ചെയ്തോ. അവരവരുടെ വീട്ടുപേര്, പഴയ വീട്ടുപേര്, ഇപ്പോൾ ഇട്ടേക്കുന്ന വീട്ടുപേരല്ല, പഴയ വീട്ടുപേര്. പപ്പാൻ്റെ ഇവിടെ നിന്നോ വല്യമ്മണ്ടെന്നോ ഏതൊന്നോ, അല്ലെങ്കിൽ കൈപ്പള്ളി ഇല്ലോന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും പറമ്പുമായിട്ടോ അങ്ങനെ ഒരു പേരുണ്ടല്ലോ, ആ പേരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം, ദേശം. ഇപ്പം തിരുവല്ലയാണെങ്കിൽ തിരുവാതിര, ചെങ്ങന്നൂരാണെങ്കിൽ ചെങ്ങന്നൂർ, എവിടെയാണോ നിങ്ങൾ ജനിച്ചു വളർന്ന ദേഹത്തിൻ്റെ താമസിക്കുന്നതല്ല, ജനിച്ചു വളർന്ന വീട്ടുപേര് പറഞ്ഞ് അല്പം തീർത്ഥം കൂടെ ഒഴിച്ച് ഇങ്ങനെ മാതാമഹ, പിതൃപിതാമഹ, അഗ്നിശ്രോതാദി ജ്ഞാത അജ്ഞാത കുടുംബ പിതൃക്കൾക്കും എലിതൂകി തൃപ്തിപ്പെടുത്തുന്നു. ഒന്ന് കട്ടിയേട്ടെ. ഇനി തുണിയിരിക്കും. ശേഷം ഈ പവിത്രം ഊരി ഇലയിൽ വെച്ച് ഇനി ഈ ഇലയെടുത്ത്, ചോറ് ഇലയെടുത്ത് ഇങ്ങനെ കമത്തി അടച്ച് അതിലോട്ട് ഇപ്പോൾ വെള്ളം തെളിച്ച് ഇലയുടെ തുമ്പ് നടുവേ എന്ന് കീറുക. കീറി ഇല വെച്ച് ഈ ഇലയിൽ നിന്നും തൂകിയ സ്ഥലത്തു നിന്നും ഒരു വറ്റ് ചോറ്, ഒരു കഷ്ണം ചോറെടുത്ത് ഇതങ്ങനെ ഇടതുവഴി ഓം ഓം ഓം, വലതുവഴി ഓം 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 പറയണം. ഗ്രാണഭക്ഷണം സമർപ്പയാണ്. അതിലോട്ട് കളഞ്ഞ് കൈ നനച്ച് പവിത്രം ധരിച്ച് ഇനി ഇലയിൽ ബാക്കിയിരിക്കുന്ന എല്ലാം കൂടെ കയ്യിലോട്ട് എടുക്കണം. ഇടയ്ക്കൊന്ന് കിടത്തിയത് കയറ്റാൻ പറ്റുമോ? കയറ്റാൻ പറ്റുമോ? ഇനി അല്പം എള്ള, വെലിപ്പൂവ്, ചന്ദനം കയ്യിലെടുത്ത് ഇതിനെ കൂർച്ചെന്ന് പറയും. അല്പം തീർത്ഥം ഒഴിച്ച് തൊഴുത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണടച്ച് ഓം നമോ നാരായണായ ശ്രീ ബ്രഹ്മദേവായ മഹാദേവായ, കൊല്ലവർഷം 1200 ആണ്ട് കന്നിമാസം 20 തീയതി വിശാഖ നക്ഷത്രവും തൃതീയ തിഥിയും ഞായറാഴ്ചയും ചേർന്ന ശുഭദിനത്തിൽ ശ്രീകുമാർ നാമധേയത്തിൽ ദേവതി നക്ഷത്രത്തിൽ ഇഹലോകവാസം പിടിഞ്ഞ എൻ്റെ പിതൃവിനെ മണ്ഡലശ്രാദ്ധം കൂട്ടുവാൻ ആത്മാവിനെ പിതൃലോകത്തു നിന്നും എൻ്റെ മൂർധാവിൽ നിന്നും പീഠത്തിലേക്ക് ആവാഹിക്കുന്നു. മുഖത്ത് വീണം ഓം ഏഹി ഏഹി ആഗച്ഛ ആഗച്ഛ ആവാഹയാമി. ഓം രം യം വം സം പഞ്ചഭൂത ബീജസഹിതം അമാനുഷ്യ പ്രാണരൂപം ആവാഹയാമി. ഇടതുകൊണ്ട് പ്രണവം ചൊല്ലി ഓം, വലതുകൊണ്ട് ശ്വാസം കളഞ്ഞ് നെറ്റിയിലോട്ട് തൊട്ട് നെഞ്ചോട് ചേർത്ത് തൊട്ട് വെച്ച് തൊട്ടൊരു പിതൃവന്ദനം സമർപ്പയാമി. കൈ നനച്ച് ശിരസിലാദ്യം ഗംഗാതീർത്ഥം, മധ്യത്തിലെ ഗംഗാതീർത്ഥം, പാദത്തിങ്കൽ പിതൃതീർത്ഥം സമർപ്പയാമി. ഇനി എള്ളെടുത്ത് ഓം നമ ശിവായ ജപിക്കുക. ആത്മാവിൻ്റെ പാവമുക്തിക്കായി തിലം സമർപ്പയാമി. തിലാഭിഷേകം ഓം നമ ശിവായ, തിലാഭിഷേകം ഓം നമ ശിവായ, ഓം തിലാഭിഷേകം ഓം നമ ശിവായ. ഈ കൈ നനച്ച് കളഭം എടുത്തിട്ട് ഓം നമോ നാരായണ ജപിക്കണം. വൈകുണ്ഠപ്രാപ്തിക്കായി കളഭം സമർപ്പയാമി. ഓം നമോ നാരായണ, ഓം നമോ നാരായണ, ഓം നമോ നാരായണ. ഒരു പൂ എടുത്ത് ബ്രഹ്മദേവന സങ്കല്പിക്കും. ഓം ബ്രഹ്മദേവായ നമ ശിരസിങ്കല, ഓം വിശ്വദേവതാഭ്യോ നമ നടുക്ക്, ഓം പിതർഭ്യോ നമ പാദത്തിങ്കൽ തൊട്ടുതുരുത. കൈ രണ്ടും നനച്ച് വീണ്ടും തീർത്ഥം ഗംഗാതീർത്ഥം, 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 പിതൃതീർത്ഥം സമർപ്പയാമി. ഇനി മോതിരം ഊരി ഇല വയ്ക്കാം. ഇനി ചോറ് ഒഴിക്കുന്നതാണ്. ഇതിനകത്ത് നെയ്യ്, ചോറ്, എള്ള്, പഴം എല്ലാം ഉണ്ട്. ചിലയിടത്ത് രജതന്ത്രത്തിൽ ക്രിയകൾക്ക് വ്യത്യാസമുണ്ട്. ചമ്പാപ്പച്ചരി കിട്ടുന്നിടത്താണെങ്കിൽ ഉണക്കലരി എന്ന് പറയും, അത് വയ്ക്കുക. അല്ലാത്തവർ ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ പച്ചരിയാണ് വയ്ക്കുന്നത്. അത് ദേശാന്തരത്തിലും കാലാന്തരത്തിലും ക്രിയയ്ക്ക് വ്യത്യാസമുള്ളൂ, അത് കണക്കാക്കി എടുക്കുക. ചോറ്, എള്ള്, നെയ്യ്, പഴം, ശകലം ചോറ് മാറ്റി വയ്ക്കണം. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഇനി കൈയൊന്ന് കഴുകിയിട്ട് പവിത്രം വീണ്ടും വലത്തേക്കയുടെ മോതിരവിരലിട്ട് ഈ ഉരുള കയ്യിലോട്ടെടുത്ത് തീർത്തൊഴിച്ച്
പിതൃവിനെ സങ്കല്പിച്ചു പറയണം. ഓം നമോ നാരായണായ ബ്രഹ്മദേവായ മഹാദേവായ. കൊല്ലവർഷം 1200 ആണ്ട് കന്നിമാസം 20 തീയതിയും വിശാഖ നക്ഷത്രവും തൃതീയ തിഥിയും ഞായറാഴ്ചയും ചേർന്ന ശുഭദിനത്തിൽ ഇനി മരിച്ചയാളുടെ പേര് സങ്കല്പിക്കുക. മരിച്ച നാളും ഇഹലോകവാസം പിടിഞ്ഞ എൻ്റെ പിതൃവിന് മാസബലിയാണെങ്കിൽ മാസിക ശ്രാദ്ധം, മണ്ഡലം 41 ഇടുന്നവരെ മണ്ഡല ശ്രാദ്ധം സമർപ്പയാമി. കയ്യിലെ ഉരുള കൂട്ടുന്നതായി സങ്കല്പിച്ച് ഇങ്ങനെ അങ്ങ് വയ്ക്കുക. കൈ നനച്ച് അതിൽ തീർത്ഥം എള്ള് തീർത്ഥം 3 പ്രാവശ്യം, തിലാഭിഷേകം, ചന്ദനം തീർത്ഥം കളഭാഭിഷേകം, കുസുമാഭിഷേകം, ജലഗന്ധ കുസുമസൂനം സമർപ്പയാമി. പിണ്ടം തൊട്ട് പിണ്ടവന്ദനം സമർപ്പയാമി. ഇനി തോർത്തേന്നോ വസ്ത്രത്തേന്നോ ഒരു നൂലെടുക്കണം. നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രമായാലും തോർത്തായാലും കുഴപ്പമില്ല. ഇതേപോലെ ഒരു നൂലെടുക്കുക. പിതൃവിന് വസ്ത്രം ഉടുപ്പിക്കുന്നതിനെ സങ്കല്പിച്ച് തെക്ക് വടക്കായിട്ട് എണ്ണ നൂല് വയ്ക്കണം. പട്ടു വസ്ത്രാലങ്കാരം സമർപ്പയാം. തൊട്ട് തൊഴുത് അല്പം ബലിപ്പൂവ് ചന്ദനം എടുത്ത് ബാക്കി വെച്ചിരിക്കുന്ന ചോറെടുത്ത് ഈ മരിച്ച ആത്മാവിൻ്റെ പഴയതൻ്റെ തറവാട്ട് പേര്, അതായത് ജനിച്ച് വളർന്ന വീട്ടിൽ, പഴയ ഓരോരുത്തർക്ക് ഓരോന്നുണ്ടാവും. ഇപ്പം ഞങ്ങളുടെ ഇതിലാണെങ്കിൽ അച്ഛൻ പിള്ളേരും അമ്മ പോയില്ല, അവർ ജനിച്ച് വളർന്ന വീട്ടിൽ ചില ഉപ്പാനവിടെ വന്നോ വലിയമ്മടെ വന്നോ. ഇനി എല്ലാം പൂവും ചന്ദനം എല്ലാം കൂടെ കയ്യിൽ കൂട്ടിയെടുത്ത് ആർക്കാണോ ബലി കിട്ടിയ പിതൃവിൻ്റെ രൂപം മനസ്സിൽ കാണുക, പേര്, അതോടൊപ്പം മരിച്ച ദിവസത്തെ നാളെ. ഓം നമോ നാരായണായ ബ്രഹ്മദേവായ മഹാദേവായ. കൊല്ലവർഷം 1200 ആണ്ട് കന്യമാസം 20 തീയതിയും വിശാഖ നക്ഷത്രവും തൃതീയ തിഥിയും ഞായറാഴ്ചയും ചേർന്ന് ശുഭദിനത്തിൽ ഇഹലോകവാസം വെടിഞ്ഞ എൻ്റെ പിതൃവിനെ മണ്ഡല ശ്രാദ്ധം കൂട്ടി തൃപ്തിപ്പെടുത്തി എങ്ങുമലയാതെ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ ഉദ്ദേശിക്കണം. ഓം ഏഹി ഏഹി ക്ഷമസ്സ ഉദ്വാസയാമി. ഇണ്ടത്തിലോടിച്ച് വെച്ച് ആകുമെന്നുള്ളവർ എണീറ്റ് മുട്ടൂത്തി നമസ്കരിക്കുക. കഴിയാത്തവരെ ഇരുന്നോ നിന്നോ തൊഴുതുകൊള്ളുക. പറയണം, ജീവിച്ചിരുന്നപ്പോൾ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആ മനസ്സ് വേദനിക്കാൻ എന്നിലൂടെയോ കുടുംബാംഗങ്ങളിലൂടെയോ അറിഞ്ഞുമറിയാതെയും കാരണമായിട്ടുണ്ടെങ്കിൽ ശ്രാദ്ധം സ്വീകരിച്ച് തെറ്റുകൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സാഷ്ടാംഗ പ്രണാമം സമർപ്പയാമി. സർവം നാരായണായേത്. ഈ ചെയ്യേണ്ടത്, ഈ പൂനൂലെല്ലാം മാറ്റി ഉരുള മാത്രം എടുത്ത് നമ്മൾ ഇലയിലോട്ടങ്ങ് വയ്ക്കുക. കൈ നനച്ചിട്ട് ഈ കൂർച്ചം അതിൻ്റെ കെട്ട് അവിടെ വെച്ച് തന്നെ അഴിക്കുക. അഴിച്ച് ശകലം വെള്ളം അതിലോട്ടും തളിച്ച് ശകലം നമ്മുടെ ശരീരത്തും തളിച്ച് പവിത്ര ഊരി അതിൻ്റെയും കെട്ടഴിച്ച് ഇലയിലോട്ട് വെച്ച് ചോറിരിക്കുന്ന നില കാക്കയ്ക്ക് കൊടുക്കാം. കാക്ക എടുക്കാത്ത പക്ഷം പശു ഗോമാതാവിന് കൊടുക്കണം. അതുമില്ലാന്നുണ്ടെങ്കിൽ ജലത്തിൽ സമർപ്പിക്കും. അത് കടലായാലും പുഴയായാലും കുളമായാലും ജലത്തിൽ സമർപ്പിക്കാം. ലളിതമായ ഈ വീഡിയോ കൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കുക.